വയസ്സുള്ള ഒരു കുഞ്ഞിനെ 20 വയസ്സുള്ള ഒരു ചെറുക്കൻ പീഡിപ്പിക്കാൻ ശ്രമിച്ച് സമ്മതിക്കാതെ വന്നപ്പോൾ ഉന്തി വെള്ളത്തിലിട്ട് കൊന്നു. ഇതുപോലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിപ്പോൾ സ്വന്തമാര്, ബന്ധുവാര്, ശത്രുവാര് എന്നറിയാതെ നമുക്കിപ്പോൾ എല്ലാവരും സംശയമാണ്. ഇങ്ങനത്തെ കുട്ടികളെ വന്നിപ്പോൾ ആര് തൊട്ടാലും നമുക്ക് പേടിയാണ്. ഇതുങ്ങളെ കളിപ്പിക്കാൻ വിളിച്ചോണ്ട് പോകുമ്പോൾ നമുക്ക് പേടിയാണ്. നല്ലവരെ നമുക്കിപ്പോൾ തിരിച്ചറിയാൻ വയ്യ, ചീത്ത ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പാടില്ല. ഇപ്പം ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ വീട്ടിലിരിക്കണ അമ്മമാരുടെയും മറ്റുള്ളവരുടെയൊക്കെ മനസ്സിലാ തീ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. കൊച്ചു പിള്ളേര്, പണ്ടൊക്കെ പെൺകുട്ടികൾക്കായിരുന്നു പീഡനം കൂടുതൽ, ഇപ്പൊ ആൺകുട്ടികളുടെ നേരെയും പീഡനമാണ്. അപ്പൊ ഈ പീഡനത്തെ നമ്മള് അത് ചെറുക്കാനുള്ള അല്ലെങ്കിൽ അത് നിർത്തലാക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം എന്ന് പറയുന്നത് നിയമമാണ്. നിയമത്തെ ആർക്കും പേടിയില്ല, ആർക്കും എന്തും ചെയ്യാം, എന്തും കാണിക്കാം, നിയമം വെറുതെ വിടും. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനും ഒരു മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കണം. ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എന്താ, ജനങ്ങളിപ്പോ ഒരാള് ഇപ്പൊ ചോരക്ക് ചോര, കണ്ണിന് കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഓരോരുത്തരും തെറ്റ് ചെയ്ത് ജനങ്ങൾ തന്നെ വിധിക്കാൻ നടന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ പേരിൽ ഗവൺമെന്റ് കേസ് എടുക്കും. കേസ് കൊണ്ട് കാര്യമൊന്നുമില്ല, കേസ് വെറുതെ ആക്കിയിട്ട് ഈ കേസ് എന്ന് വെച്ചാല് വേലക്കും കൂലിക്കും ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ഇതൊരു ഇടങ്ങാറ് തന്നെയാണ്. മനസ്സിലായ? കാരണം എന്താണ്, വേലക്ക് പോകേണ്ട സമയത്തായിരിക്കും ഹോട്ടലിൽ ഹാജരാകേണ്ടി വരുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ഇത് കയ്യിലെടുക്കാനും നിയന്ത്രിക്കാനും ഇതിനൊരു ഭേദഗതി വരുത്താനോ ഒന്നും പറ്റത്തില്ല. കൊണ്ടുവരേണ്ടത് ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് ഈ നിയമം ഒന്ന് തിരുത്തി എഴുതിയില്ലെങ്കിൽ, ശിക്ഷ അതൊന്ന് വലുതാക്കിയില്ലെങ്കിൽ ഈ കൊലപാതക പരമ്പര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ജനങ്ങൾക്കിപ്പോൾ പേടിയാകാൻ തുടങ്ങി. ആണിനും പെണ്ണിനും രക്ഷയില്ലാത്ത കാലമാകാൻ തുടങ്ങി. എന്താ ചെയ്യേണ്ടത് ജനങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് കാണേണ്ടവര് കണ്ണും അടച്ച് കാതും കേൾക്കാത്ത പോലെ ഇരിക്കുകയാണ്. ഇത് ചോദിക്കാനും പറയാനും മുന്നോട്ടിറങ്ങാൻ ജനങ്ങൾക്ക് പലർക്കും കഴിയണില്ല. അവർ ശ്രമിക്കുന്നുമില്ല. ശ്രമിക്കുന്നവനോ കുറ്റക്കാരനാവും, അല്ല കുറ്റക്കാരിയാവും, അല്ല നോട്ടപ്പുള്ളിയാവും, അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസാവും. അപ്പൊ ഇതിനൊരു പ്രതിവിധി കൊണ്ടുവരിക വെച്ചാൽ ഇന്ത്യയിലെ നിയമം മാറ്റി എഴുതണം. അതിന് ജനങ്ങൾ ഒന്നടങ്കം ഇറങ്ങണം. മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ ജനങ്ങളാണ് നിയമം. ആ നിയമം ജനങ്ങളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടതുപോലെ അവർക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഈ നിയമം കയ്യിലെടുക്കേണ്ടി വരും. അത് വിദൂരത്തല്ല കേരളത്തില്. ആ അവസ്ഥയിൽ എത്തി. ഓരോ രാഷ്ട്രീയക്കാരും വോട്ടിന്റെ സമയമാകുമ്പോ വീടുകളിൽ കയറി ഇറങ്ങും, വോട്ട് ചോദിക്കും. അതിനവരവിടെ പുറത്ത് കൊടി പിടിക്കും, അവർ സിന്താവ പറയും. ഇതൊക്കെ എന്തിനാണ്? അവർക്ക് ആ ഒരാളെ പിടിച്ചൊരു കസേരയിൽ ഇരുത്താനാണ്. ഈ കസേരയിൽ ഇരുത്താൻ എന്തിനാണ്? നമ്മുടെ നാടിനെ സംരക്ഷിക്കാനും ജനങ്ങളെ സംരക്ഷിക്കാനും ഒരു നായകനെ ഇരുത്താനാണ് ഇവർ ശ്രമിക്കണം, അല്ലേ? എന്നിട്ട് ഈ നായകൻ കയറി ഇരുന്നിട്ട് ഇപ്പൊ എന്താണ് സംഭവിക്കണം? നമ്മുടെ നാട്ടിൽ ഏത് നായകൻ ഇരുന്നിട്ടും ജനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. കൊലപാതക പരമ്പര കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു പരിധി എന്തായാലും കണ്ടെത്തിയേ തീരുവുള്ളൂ. ഓരോ രാഷ്ട്രീയക്കാരും ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമാണിത്. തെറ്റ് ചെയ്യുന്നവനെ ഒന്നുമില്ലെങ്കിൽ അടിച്ചോടിക്കുക. ഒരു 10 പേര് ആ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കുക, നാട് കടത്തുകയും ആ നാട്ടിൽ വിലക്ക് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുത്തനും ഇതിന് നിൽക്കില്ല. അല്ലെങ്കിൽ വലിയ ശിക്ഷ കൊടുക്കണം, തൂക്കിക്കൊല്ലാൻ വിധിക്കണം, തൂക്കിക്കൊല്ല തന്നെ കൊടുക്കണം, ആ സ്പോട്ടിൽ ചെയ്യണം. തെറ്റ് ചെയ്തവന് തെറ്റ് ചെയ്തു എന്നുള്ളത് ഇപ്പം നമുക്കൊക്കെ അറിയാലോ. ഒരുത്തനെ പിടിക്കപ്പെടുമ്പോൾ അവൻ തന്നെ അംഗീകരിക്കുന്നുവെങ്കിൽ, അവൻ തന്നെ ശരിവെക്കുന്നെങ്കിൽ പിറ്റേ ആഴ്ച തന്നെ ശിക്ഷ അങ്ങോട്ട് കൊടുക്കണം. അപ്പം പേടിയൊക്കെ വരും. ഇതിപ്പോൾ മനുഷ്യർക്ക് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങാനും ഒരു മനുഷ്യൻ വന്ന് നല്ലതും ചീത്തയായ ഒരു മനുഷ്യൻ വന്നൊരു കുഞ്ഞുങ്ങളെ തുടങ്ങുമ്പോൾ പേടിയാണ്. ഇത് ആരാണ്, എന്തിനാണ് ഇവർ കൊച്ചുങ്ങളെ പിടിക്കണത്, കൊച്ചുങ്ങളെ മടിയിലിരുത്തണത്, കൊച്ചുങ്ങളെ മിഠായി മേടിച്ചു തരാൻ മറ്റേതാണ്, അതിനാണ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അമ്മക്ക് പേടിയാണ്. അപ്പം ഓരോരുത്തരുടെയും തള്ളമാരുടെ നെഞ്ചിൽ തീയാണ് മക്കള്. അതിനൊരു പരിധി, ഒരു പരിഹാരം ഉണ്ടാവണം. അതിനെല്ലാവരും ശ്രമിക്കുക.